നാളെ നിർണായകമായ ഒരു ദിവസമായി തന്നെയാണ് പോലീസ് കരുതുന്നത്. കാരണം നാളെ ക്യാമ്പസിൽ ഗവർണർ എത്തുന്നു. ക്യാമ്പസിൽ, അതായത് കേരളത്തിലുള്ള ഒരു ക്യാമ്പസിലും ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് SFI ഒഫീഷ്യലായി തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഗവർണർ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഗവർണർ നാളെ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തുന്നുണ്ട്. ഇതിനിടയിൽ ഗവർണർ മറ്റൊരു നീക്കം കൂടി നടത്തും. സാധാരണ ഗവർണർ കോഴിക്കോട് എത്തിയാൽ സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ് തങ്ങുന്നത്. ഇത്തവണ അതിനൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ തങ്ങുന്നത്. ഇത് പോലീസിന് ഒരുപാട് തലവേദന സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഗവർണർ Z+ കാറ്റഗറി സുരക്ഷയുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഗവർണറെ തടഞ്ഞത് തന്നെ വലിയ പുലിവാല് പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തടയൽ നീക്കം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം വരുന്നു. ഗവർണർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് ഒരു പോലീസിന്റെ സുരക്ഷാ സംവിധാനത്തിൽ പിഴവ് പറ്റിയാൽ സ്വാഭാവികമായും കേന്ദ്രസേന CRPF ഉൾപ്പെടെയുള്ളത് ഗവർണർക്ക് സംരക്ഷണം ഒരുക്കാനെത്തും. അതിന് സംസ്ഥാന പോലീസിന്റെ അനുമതി ആവശ്യമില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് തന്നെ ഇത്തരത്തിൽ ഒരു സുരക്ഷ ഒരുക്കാനായി CRPFനെ ഈ ഗവർണർക്ക് സുരക്ഷയ്ക്കായി നൽകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സുരക്ഷ ഗവർണർക്ക് നൽകിയാൽ അത് കേരളത്തിലെ പ്രതിപക്ഷം വലിയൊരു ആയുധമാക്കി മാറ്റും. കാരണം ഈ സംസ്ഥാന ഗവർണർക്ക് പോലും സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത പോലീസാണോ എന്നൊരു വലിയ ചോദ്യം തന്നെ ഉയരും. ഏതായാലും നാളത്തെ ഒരു ദിവസം എല്ലാവരും നിർണായകമായി നോക്കുന്നു. ഇനി വഴിയിൽ ഗവർണർ വരുന്ന വഴിയിൽ തടയുമോ എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI ഗവർണർ പോര് മാറിയിരിക്കുന്നത്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകളിലെ കരുത്തരായ ഒരു വിദ്യാർത്ഥി സംഘടനയും ഗവർണർ ഒറ്റയ്ക്കും നിന്ന് പോരാടുന്ന കാഴ്ച. ഗവർണർ ഏതായാലും ഒരുപടി മുന്നിൽ തന്നെ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോഴിക്കോട് സംസ്ഥാന ഗസ്റ്റ് ഹൗസിൽ തങ്ങേണ്ട ഗവർണർ അത് റദ്ദ് ചെയ്തുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറുന്നു എന്ന് തന്നെ പറയുമ്പോൾ അതിനർത്ഥം SFIയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.